ഇടുക്കി കട്ടപ്പനയിലെ വിമത ശല്യം പരിഹരിക്കാൻ KPCC ഇടപെടൽ. നീതിപൂർവമായ സീറ്റ് വിഭജനം നടത്താൻ KPCC പ്രസിഡന്റ് നിർദ്ദേശം നൽകി. പ്രശ്നം പരിഹരിക്കാനുള്ള പ്രവർത്തനങ്ങളും ഇടുക്കി DCC ആരംഭിച്ചു. മുഹമ്മദ് ആഷിഖ് ചേരുന്നു. ആഷിഖ്, പ്രാദേശിക തലത്തിൽ ആ പ്രശ്നമൊന്നും തീരുമാനമാവുന്നില്ല എന്നതുകൊണ്ട് KPCC ഇടപെടുകയാണോ? എന്താണ് അവിടെ സംഭവിച്ചിരുന്നത്? എന്താണ് KPCCയുടെ നിർദ്ദേശം? തീർച്ചയായും തന്നെ ആ നിലയിൽ തന്നെയാണ്. പ്രാദേശികമായി വലിയ പ്രശ്നമാണ് കട്ടപ്പന നഗരസഭയിൽ കോൺഗ്രസിനുള്ളിൽ രൂപപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. കോൺഗ്രസിന് വലിയ ശക്തിയുള്ള, വലിയ വിജയസാധ്യതയുള്ള, കഴിഞ്ഞ തവണ മൃഗീയമായ ഭൂരിപക്ഷമുള്ള ഒരിടമാണ് കട്ടപ്പന നഗരസഭ. അവിടെ നീതിപൂർവമായ ഒരു സീറ്റ് വിഭജനവും സീറ്റ് നിർണയവും നടന്നിട്ടില്ല എന്ന പരാതി പ്രാദേശികമായി നിരവധി നേതാക്കൾ ഉയർത്തുകയും അവർ തന്നെയും സംഘടിച്ച് KC വേണുഗോപാൽ പക്ഷം എന്ന നിലയിൽ അവകാശപ്പെട്ടുകൊണ്ട് ഏതാണ്ട് 22ഓളം വാർഡുകളിൽ വിമതരെ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കാൻ ഒരുങ്ങിയതോടുകൂടിയാണ് KPCCയുടെ ഇടപെടൽ ഉണ്ടായിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുൻ MLAയും AICC അംഗവുമായ EM അഗസ്റ്റി കട്ടപ്പന നഗരസഭയിൽ നിന്ന് മത്സരിക്കുന്നതിന് വലിയ എതിർപ്പാണ് ഉയർന്നിരിക്കുന്നത്. I ഗ്രൂപ്പ് ഏകപക്ഷീയമായി സീറ്റുകൾ വീതിച്ചെടുത്തു എന്നുള്ള ആക്ഷേപമാണ് അവിടുത്തെ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉയർന്നിരിക്കുന്നത്. മിക്ക വാർഡുകളിലും ഒന്നിലധികം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ രൂപപ്പെട്ട സാഹചര്യത്തിലാണ് KPCC പ്രസിഡന്റ് നേരിട്ട് ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. KPCCയുടെ മുമ്പിലേക്ക് ഈ പ്രശ്നം അവിടുത്തെ പ്രാദേശിക നേതാക്കൾ തന്നെ കൊണ്ടുവന്ന് എത്തിച്ചിരുന്നു. ഏതായാലും ഇന്നലെ രാത്രിയോടുകൂടി KPCC പ്രസിഡന്റ് ഇടുക്കി DCC പ്രസിഡന്റ് CP മാത്യുവിനെ ഫോണിൽ ബന്ധപ്പെടുകയും നീതിപൂർവമായി സീറ്റുകൾ വീതിച്ചു നൽകണമെന്ന നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായും വിമതർ ഉയർത്തുന്ന വിമർശനം വാർഡ് തലത്തിൽ കമ്മിറ്റികൾ ചേർന്നല്ല മത്സരാർത്ഥികളെ തീരുമാനിച്ചിരിക്കുന്നു, സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ആ നിലയിൽ ഓരോ വാർഡിലെയും പ്രശ്നം പ്രത്യേകം എടുത്ത് അവിടുത്തെ നേതാക്കളെ